ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ മോങ്കോഡസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഒരുപാട് നാളായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കുർത്തി മോഡലാണ് ഇത്. അപ്പോൾ ആ ഒരു മോഡലിൽ അവർ പറഞ്ഞിരിക്കുന്നത് അതൊരു മിത്ര സിൽക്ക് അങ്ങനെ എങ്ങാണ്ടാന്ന് പേര് പറഞ്ഞേ. അപ്പോൾ എനിക്ക് ആ തുണീൻ്റെ ഇതൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വിചിത്ര സിൽക്ക് 3 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ലൈനിങ്ങിനായിട്ട് ക്രേപ്പ് എടുത്തിട്ടുണ്ട്. അത് 4 മീറ്ററാണ് ഞാൻ വാങ്ങിയത്. കാരണം ഞാൻ ഇത് വെച്ചിട്ട് തന്നെ പാൻറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിഗരറ്റ് പാൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലൈനിങ്ങിനായിട്ടുള്ള ക്രേപ്പ് ഞാൻ 4 മീറ്റർ തന്നെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതിൻ്റെ കൂടെ തന്നെ പാൻറ്റിൻ്റെ ജസ്റ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കട്ടിംഗ് ഒക്കെ ആദ്യം ലൈനിങ്ങിൽ ചെയ്യാം. അതിന് ശേഷം മാത്രം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. മെയിൻ ക്ലോത്ത് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ലൈനിങ് എടുക്കാം. ലൈനിങ് ഞാനിവിടെ 2 മീറ്റർ, ടോട്ടൽ 4 മീറ്റർ ആണല്ലോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 മീറ്റർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മീറ്റർ പാൻറ്റിനായിട്ട് മാറ്റി വെക്കാം. പാൻറ്റ് പിന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം. ടോപ്പ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള എ ലൈൻ ടോപ്പിൽ ഫ്രണ്ടിൽ സൈഡിലോട്ടായിട്ട് സ്ലിറ്റ് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു കുർത്തിക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് അവിടെ ഒരു സ്കാലപ്പ് വർക്കും പിന്നെ ചെറിയൊരു എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട്. അതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഇതാണെങ്കിൽ ആ ഒരു സ്ലിറ്റും അവിടെ ഒരു എംബ്രോയിഡറി വരുമ്പോഴേക്ക് ആ ഡിസൈനൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈനിങ് ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ക്രേപ്പ് ഫാബ്രിക് മടക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മടക്കുന്ന പോലെ ആയിരിക്കൂല വരിക. ഇത് കണ്ടില്ലേ, ഉള്ളിലിപ്പം ഇതായിട്ട് ഇവിടെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും എല്ലാ ലെയറും ഒരുപോലെ അല്ല വന്നിട്ടുള്ളത്. അതൊക്കെ കറക്റ്റാക്കി അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാനേ. ലൈനിങ് ക്ലോത്ത് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാൻ 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ചാണ് ഞാൻ നോർമലായിട്ട് മാർക്ക് ചെയ്യാറുള്ളത്. കുറച്ചൊരു ഇതായിട്ട് കിടന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ് 6.25 ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് 7 ഇഞ്ചും വേണ്ട. ആം ഹോളും 6.25 തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കിത് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. ഈ ലൈന് ഇത് ക്രേപ്പ് ആയതുകൊണ്ട് മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നതിന് മുന്നേ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ആം ഹോളിൻ്റെ ഹാഫ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്ത് വരുന്ന രീതിക്കാണ് ആം ഹോൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഫ്രഞ്ച് കർവ് എടുക്കുക. ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ ആം ഹോള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പിനായിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 13.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ ഒരു മാർക്കിങ്ങിലേക്ക് നമുക്ക് ഷേപ്പിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് 8.5 8.5 മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പിന്റെ അവിടെ ഇത് എലൈൻ ടോപ്പ് ആയതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് ഫ്ലോ ആയിട്ട് പോകുന്നതാണ് നല്ലത്. അപ്പം ഹിപ്പിന്റെ ഒരു മെഷർമെന്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 19 ഇഞ്ചാണ്. 19 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക. അവിടെ നമുക്കൊരു 11 ഇഞ്ച് ഞാൻ ലൂസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചങ്ങനെ കടന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ് ജോയിൻ ചെയ്യാം. ഇതൊക്കെ സ്റ്റിച്ചിങ്ങിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് താഴത്തെ വീതി ഫുൾ ലെങ്ത് എടുത്തില്ല അല്ലെ. ഫുൾ ലെങ്ത് ഞാൻ എപ്പോഴും ഇതിന്റെ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് ഈ ഒരു തുണിയുടെ വീതി വരിക 44 ഇഞ്ചാണ്. അപ്പോൾ 42 ഇഞ്ചാണ് ഇപ്പോൾ നമ്മുടെ ക്രേപ്പ് ലൈനിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്ര തന്നെ വേണ്ടി വരും. നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ അതിനേക്കാളും ഒരു 2-3 ഇഞ്ച്
കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ ലൈനിങ്ങിന്റെ ഇതെടുക്കുക. ഇവിടെ ലെവൽ അല്ലാത്തതുകൊണ്ട് ഇവിടത്തേക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ വീതി വന്നിരിക്കുന്നത് 18 ഇഞ്ച് മതി. ലൈനിങ്ങിന്റെ വീതി 18 ഇഞ്ച് മതി. മെയിൻ ക്ലോത്തിൽ എടുക്കുമ്പോൾ അതൊരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നതാണ് നല്ലത്. താഴത്തുനിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈനിങ് ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്കിങ്ങനെ ചെരിച്ചിട്ട് ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാക്കി കിട്ടുന്ന വിട്ട് ഇതുപോലെ നമുക്ക് ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. തുണിയുടെ ആ ഒരു വിട്ട് ഫുള്ളായിട്ട് താഴെ ഭാഗത്തെ ഫ്ലെയർ ആയിട്ട് നിന്നോട്ടെ. നെക്കൊക്കെ ക്യാൻവാസിൽ കട്ട് ചെയ്യാം. അപ്പൊ നമുക്കിപ്പോൾ ഇത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. കത്രിക തീരെ ശരിയില്ല. നമ്മൾ കട്ട് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ നല്ല കത്രിക തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടിങ് ഒക്കെ അവതാളത്തിലാവും. ഇപ്പൊ ഞാൻ കത്രിക കൊണ്ടുവരാൻ മറന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ സ്വന്തം വീട്ടിലായില്ലേ, അവിടെ കത്രിക എടുക്കാൻ മറന്നു. അതുകൊണ്ട് പറ്റിയൊരു പണിയാണിത്. അപ്പൊ നമ്മളിതാ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിന് ഒരു പീസ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു പീസ് മാറ്റി കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് ഭാഗം ആം ഹോൾ പൊളിച്ചു വെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പിന്നെ രണ്ടായിട്ട് തന്നെ ഫോൾഡ് ചെയ്തിടാം. ഞാൻ ഷോൾഡർ ചെരിച്ച് വെട്ടി കൊടുത്തിട്ടില്ലേ, ഞാനങ്ങനെ എല്ലായ്പ്പോഴും ഒന്നും ചെരിച്ച് വെട്ടി കൊടുക്കാറില്ല. അപ്പൊ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് ഇവിടുന്ന് താഴേക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇവിടത്തേക്ക് ഒരു 1/2 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം 1/2 ഇഞ്ച്. ഈ ഒരു ചെസ്റ്റ് ലൈനിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും മാർക്ക് ചെയ്ത് എടുക്കാൻ പാടില്ല. ഈ ഒരു ചെസ്റ്റ് ലൈനിന്റെ ആ ഒരു ഉള്ളിലേക്ക് വരുന്നത്, നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഇതിലേക്ക് വരുന്ന രീതിക്ക് വേണം നമ്മൾ ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കിത് കട്ട് ചെയ്തോളെ. നമ്മൾ കട്ട് ചെയ്തു. നമുക്ക് ഇതേ സെയിം അളവിൽ തന്നെ മെയിൻ ക്ലോത്ത് വെട്ടിയെടുക്കാം. ഞാൻ മെയിൻ ക്ലോത്ത് വെട്ടിയെടുക്കാൻ പോവാന്ന്. അപ്പം നമ്മുടെ മെയിൻ ക്ലോത്ത് വെട്ടുന്ന സമയത്ത് ഈ ലൈനിങ് ക്ലോത്ത് മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ എക്സ്ട്രാ വിട്ടതിന് ശേഷമാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ താഴത്തെ ഫ്ലെയർ വരുന്ന സമയത്ത് ഒരു 3 ഇഞ്ച് തുണി ഉള്ളത് കൊണ്ട് 3.5 ഇഞ്ച് ഞാൻ മെയിൻ ക്ലോത്ത് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ ഭാഗത്ത് ലെങ്ത് ഫുൾ എടുത്തിട്ടുണ്ട്. 45 ഇഞ്ചാണ് ഫുൾ ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം. ഇതുപോലെയാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്തും താഴത്ത് നിന്ന് 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഇങ്ങനെ മാറ്റിയേക്കാം. ഇത്രയും തുണിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിന് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തുണി ഇതിന്ന് എടുക്കാനുണ്ട്. സ്ലീവിനുള്ള 1/2 മീറ്റർ തുണി ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്ലീവ് അപ്പൊ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1/2 മീറ്റർ തുണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തുണി ഇതുപോലെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്ത് നിന്ന് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിന്റെ ലെങ്ത് വരുന്നത് 13 ഇഞ്ചാണ്. അപ്പം ഇതിൻ്റെ താഴെ സ്കാലപ്പും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തയ്യൽ തുമ്പും പിന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ള തയ്യൽ തുമ്പും വെച്ചിട്ട് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്ത് 14 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ലെങ്ത് മാർക്ക് ചെയ്ത ലൈനിന് താഴേക്ക് ഒരു 3.5 ഇഞ്ചും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പ്രൊഫഷണൽ രീതിയാണെന്നൊന്നും അറിയില്ല. ഞാൻ ഇതുപോലെയാണ് സ്ലീവ് കട്ട് ചെയ്യാറുള്ളത്. എനിക്ക് എപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഇനി നമുക്ക് ടോപ്പിന്റെ ബാക്ക് പാർട്ട് എടുക്കാം. എന്നിട്ട് അതിന്റെ ആം ഹോൾ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്ന സമയത്ത് ഷോൾഡറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അട വിട്ട് കൊടുക്കണം. അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം പോകുന്ന തയ്യൽ തുമ്പായിട്ട് പോകുന്ന 1/2 ഇഞ്ച് അവിടെ വിട്ടതിന് ശേഷം ഈ ഫോൾഡ് വന്ന ഭാഗത്തേക്ക് ആ ഒരു 1/2 ഇഞ്ച് വിട്ടത് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ആം ഹോള് ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ആ ഷേപ്പ് ഈ നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു മാർക്കിങ് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൽ ടച്ച് ആയിട്ട് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ടാണ്
സ്ലീവ് കട്ട് ചെയ്യാറുള്ളത്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്ലീവ് ഇതുപോലെ 3.5 ഇഞ്ച് ആ ഒരു ലൈനിലേക്ക് ഷേപ്പിലൊന്ന് വരച്ചു വെക്കും. അതിന് ശേഷം ഇതുപോലെ ആം ഹോൾ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടും അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി താഴത്തെ കൈവണ്ണം 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ സ്ലീവ് ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് മാത്രം നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടി കൊടുക്കാം. ഫ്രണ്ട് നെക്കിനേക്കുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 4.5 ഇഞ്ചും ലെങ്ത്ത് വന്നിരിക്കുന്നത് 7 ഇഞ്ചും ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച്, സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്ക്വയർ ആക്കി വരച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ പുറത്തേക്ക് 1 ഇഞ്ച് വെച്ചിട്ട് അതും ഒന്ന് സ്ക്വയർ ആക്കി വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻവാസ് വിട്ട് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ദാ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് നെക്കിനേക്കുള്ള ക്യാൻവാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്കുള്ളത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് നമ്മുടെ ആ ഒരു മെയിൻ തുണിയിലേക്ക് പീസ് വന്നൊരു തുണിയിലേക്ക് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ക്യാൻവാസും അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തേക്കുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രണ്ട് നെക്കിലേക്കുള്ള ക്യാൻവാസ് തുണിയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ദാ ഇതുപോലെ എക്സ്ട്രാ വന്ന തുണിയൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കോർണറിലൊക്കെ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരികിലൂടെ പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് വശത്ത് ലൈനിങ്ങോട് ചേർത്തിട്ട് ഹെം ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് വശവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ദാ ഹെമ്മൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഫ്രണ്ടിലേക്കുള്ള സ്ലിറ്റിൻ്റെ വർക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മുടെ ആ ഒരു സ്ലിറ്റ് വരിക. ആ മോങ്കോഡേഴ്സിൻ്റെ മോഡലിൽ കുറച്ച് മുകളിൽ നിന്ന് തന്നെ നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ നിന്ന് തൊട്ടേ ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം അത്ര മുകളിലേക്ക് സ്ലിറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഷോൾഡറിൽ നിന്ന് 23 ഇഞ്ച് താഴ്ത്തിയതിന് ശേഷമാണ് സ്ലിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ 23 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 20 ഇഞ്ചാണ് ബാക്കി വരുന്നത് സ്ലിറ്റിൻ്റെ വരുന്നത്. ഇനി നമുക്ക് ആ സ്ലിറ്റിൻ്റെ അവിടെ സ്കാലപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ആ ക്യാൻവാസിൻ്റെ മുകളിൽ നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുക ചെയ്യുന്നത്. അത് 1.5 ഇഞ്ച് വീതിക്കാണ് ഞാൻ ആ സ്കാലപ്പിൻ്റെ ഒരു മാർക്കിങ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു മൂടിയോ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് സ്കാലപ്പിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വരച്ചെടുത്ത ആ ഒരു ക്യാൻവാസ് ഇതുപോലെ ഒരു തുണിയിൽ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്ത ആ സ്കാലപ്പ് ഡിസൈനിൻ്റെ ആ മാർക്കിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പയ്യെ പയ്യെ സ്റ്റിച്ച് ചെയ്യുക.
അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കോർണർ വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ ആ ഒരു ഷേപ്പ് ഉള്ളിൽ പുറത്തേക്ക് തള്ളി വരുന്ന രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകിൽ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എംബ്രോയിഡറി ആണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അത് ഞാൻ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ തന്നെ സ്കാലപ്പാണ് ചെയ്ത് കൊടുക്കുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. ഈ ഒരു ചെയ്ത രീതിക്ക് തന്നെയാണ്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അതായത് ഇതുപോലെ സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചിട്ട് തുണിയിലേക്ക് ഒട്ടിച്ചെടുത്തു. അതിന് ശേഷം സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് സ്കാലപ്പിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ട് അത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ചിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കും. അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമലായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് താഴെ ഭാഗം കൂടി മടക്കി അടിച്ചു കൊടുക്കാം. പാൻറ്റിൻ്റെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് വേഗം പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. സിഗരറ്റ് പാൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ചെറുങ്ങനെ ഒന്ന് പറഞ്ഞുവിടാം. അതിനായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2 മീറ്റർ തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് ആദ്യം തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് 2.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൈനാക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് വേസ്റ്റ് റൗണ്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിന്റെ 4 ഭാഗം എടുക്കുക, അതിന്റെ കൂടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക, എലാസ്റ്റിക് ഇട്ടുകൊണ്ട്. അങ്ങനെ 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് 13 ഇഞ്ച് എടുക്കാം. ഈ ഒരു നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ക്രോച്ച് ലെങ്ത് 13 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 13-13.5 ഇഞ്ചും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഈ 13 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കർവിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത്, ഫുൾ ലെങ്ത് അത്രയാന്ന് വേണ്ട ലെങ്ത്. അപ്പോൾ അതിന് 34 താഴെ മടക്കി തയ്ക്കാൻ നമുക്കൊരു 37 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 34 ഇഞ്ചാണ് നമ്മുടെ ഫുൾ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇതിന് വേറെ ജോയിന്റ് ഒന്നും വരാനില്ല. അപ്പോൾ നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഈ താഴെ ഭാഗം മടക്കി അടിക്കാൻ ഒരു 3 ഇഞ്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 37 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് കാലിന് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്തുള്ള അത് ഞാൻ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് എത്ര ലൂസ് വേണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു സെൻറ്റർ കണ്ടെത്തി അവിടുന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് വരച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എടുക്കാൻ. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു എക്സ്ട്രാ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തില്ലേ, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരിക്കലും ഈ ഒരു ലൈൻ ഇങ്ങനെ ചെരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ആയിട്ടാണ് വരിക. അപ്പം നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിക്ക് ഇതൊന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രേ പാൻറ്റിൻ്റെ മാർക്കിങ് വരുന്നുള്ളൂ. നമ്മൾ കട്ട് ചെയ്യുമ്പം ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത എലാസ്റ്റിക്കിന് വേണ്ടി മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് തൊട്ടിട്ട് വേണം കട്ട് ചെയ്ത് തുടങ്ങാനേ.
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ 2 ക്രോച്ച് ഏരിയയും ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശം ചേർന്നിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് എടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കണം. അതാ 2 ക്രോച്ചും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു സൈഡ് ഇപ്പം ജോയിൻ ചെയ്ത് കൊടുക്കാം. അതും അരയിഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ. അപ്പം നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ സൈഡിൽ എങ്ങനെയാണ് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിതാ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ 3 ഇഞ്ചാണ് നമ്മൾ മടക്കി തയ്ക്കാന്ന് പറഞ്ഞ് വിട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു മാർക്കിങ്ങിൽ നിന്ന് 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. 2.5 ഇഞ്ച്. ഈ ഒരു 2.5 ഇഞ്ച് പോയിന്റ് മാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് വന്നില്ലേ, ആ സ്റ്റിച്ച് വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തത് കുറച്ച് മുകളിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് അഴിച്ച് കളയട്ടെ. ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെ താഴെ 3 ഇഞ്ചാണ് എക്സ്ട്രാ വിട്ടു കൊടുത്തിട്ടുള്ളത്. അത് 1/2 ഇഞ്ച് മടക്കി തയ്ക്കാനും പിന്നെ 2.5 ഇഞ്ച് ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ 2.5 ഇഞ്ച് ഇവിടത്തേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 2.5 ഇഞ്ച് മാത്രമേ മടക്കി തയ്ക്കാൻ വിട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ സ്ലിറ്റ് 2 ഇഞ്ചേ കൊടുക്കാൻ പാടില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2.5 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം എന്തായാലും ചെറിയൊരു ഏത്തക്കുത്തനൊക്കെ ഉണ്ടാകും. ചെറിയൊരു ഏത്തക്കുത്തന ഉണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഇപ്പം എൻ്റെ കത്രിക അത്ര പോരാത്തതുകൊണ്ട് എഡ്ജൊക്കെ എനിക്കിത് ഇതുപോലെ ഒരു ഈവൺ അല്ലാത്ത രീതിക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പെർഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അതും നിങ്ങൾ നോക്കണ്ട. ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല നീറ്റായിട്ട് സ്ലിറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഈ ഒരു താഴെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ഇതുപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടില്ലേ, ആ ഒരു സ്റ്റിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഈ താഴെ നമ്മൾ 1/2 ഇഞ്ച് മടക്കി തയ്ച്ച അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത്ര മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് മാത്രം സ്റ്റിച്ച് ചെയ്യണ്ടേ. അപ്പോൾ ഇത് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇത് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് പിടിച്ചു കൊടുക്കുക. ഈ ഒരു 2 സ്റ്റിച്ച് വന്നതും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ 2 സ്റ്റിച്ച് വന്നതും ഇതുപോലെ മുട്ടുന്ന രീതിക്ക് വെച്ചു കൊടുക്കും. ഇതുപോലെ അപ്പോൾ 2 വശത്തേക്ക് നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ഈ സ്റ്റിച്ച് 2 സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇത് 2ഉം അടിച്ചു കൊടുക്കണം. നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല നീറ്റായിട്ട് നമ്മുടെ സ്ലിറ്റ് കിട്ടി. നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കൂടി ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം എലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കാം. എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടി ചെയ്ത് നമ്മുടെ പാൻറ്റും ഇവിടെ ഫിനിഷായി കിട്ടും. എന്നിട്ട് നമുക്കൊന്ന് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു ബോഡി ഷേപ്പ് ഒന്നും നോക്കണ്ട, കുറച്ച് വയറൊക്കെ ഉണ്ട്. അതൊന്നും മൈൻഡ് ആക്കണ്ട, നമ്മുടെ ടോപ്പിൻ്റെ ലുക്ക് മാത്രം നോക്കിയാൽ മതി.
അപ്പോൾ ഞാൻ ഇതിന് ഫീഡിങ് ഉള്ളതുകൊണ്ട് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിബ് ഫൂട്ടർ ഇല്ലാണ്ട് ചെയ്ത് കൊടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഫിനിഷിങ് കുറവുണ്ട്. ആം, അപ്പം നമ്മുടെ ആ സ്ലിറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാൻറ്റും നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സംഭവം ആ ഒരു എംബ്രോയിഡറിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് കാര്യമായിട്ട് എംബ്രോയിഡറി ഒന്നും അറിയില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ആ ഒരു മോഡൽ പോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ മോങ്കോഡസിന്റെ ആ ഒരു മോഡലായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.